ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷം കത്ത് നൽകും. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും പാർലമെന്റിൽ കൂടെ ഈ വിഷയം ചർച്ചയാക്കണം. ഒപ്പം തന്നെ പാകിസ്ഥാനെതിരെ ഒരു സംയുക്തമായിട്ട് നീങ്ങണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കണം തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. നാളെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീർ നിയമസഭ പ്രത്യേക ഒരു അസംബ്ലി വിളിച്ചിരുന്നു. ആ അസംബ്ലി സെഷൻ, ആ നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ അജണ്ടയും പ്രധാനമായിട്ടും ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെ സംയുക്തമായി ഒരു പ്രമേയം പാസ്സാക്കുക, ഒപ്പം ഈ ഭീകരാക്രമണത്തിനെതിരെ കൂടുതൽ നടപടികൾ ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില യോജിച്ച തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള കാര്യമാണ്. ഇതിൽ തന്നെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇത്തരത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ ഒരു സംയുക്ത കക്ഷി യോഗം വിളിച്ചിരുന്ന സമയത്ത് പല ചോദ്യങ്ങൾ, അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നില്ല. ഇത്തരത്തിൽ ഈ സുരക്ഷാ വീഴ്ചയുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തക്കതായിട്ടുള്ള മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പല പ്രതിപക്ഷ പാർട്ടികളും ആ യോഗത്തിന് ശേഷം ചൂണ്ടിക്കാട്ടിയതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കത്തയക്കും. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഇടപെട്ടൊരു തീരുമാനമായിരിക്കും പിന്നീട് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷം കത്ത് നൽകുകയും ചെയ്യും. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.